എടേ വലിയ വിഷയത്തിലൊന്നും കടക്കുന്നില്ല. കാര്യത്തിലോട്ട് വന്നാൽ തുടരും എന്ന് പറഞ്ഞ സിനിമ 200 കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 200 കോടി ക്ലബിൽ സിനിമ നേടിക്കഴിഞ്ഞു. അതായത് മലയാളത്തിൽ നിന്ന് 3ാമത്തെ ചിത്രമാണ് 200 കോടി ആഗോളതലത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ തരുന്നത്. സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പ്രവചിച്ച കാര്യമാണ്. ഇത് 200 എല്ലാവരും മുകളിൽ പോകും. മിനിമം ആണ് 200 നമ്മൾ പറഞ്ഞത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും മുകളിലേ ഇത് പോവുള്ളൂ. ഇതെങ്ങനെ പോയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരു 10-40 കോടി രൂപയ്ക്ക് മുകളിൽ ഇനിയും കളക്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സിനിമ തന്നെയാണ് തുടരും. ഇപ്പോഴും അതിനനുസരിച്ചുള്ള കളക്ഷൻ വരുന്നുണ്ട്. എങ്ങനെ പോലും 2.5-3 കോടി രൂപയ്ക്കകത്ത് വർക്കിംഗ് ഡേയ്സിൽ പോലും കളക്ഷൻ വരുന്ന സിനിമയ്ക്ക് ഒരു 10 ദിവസം കൊണ്ട് തന്നെ 10-30 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് ഒരു 240-250 കോടി രൂപയ്ക്ക് അടുത്തോട്ടാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ഈ 240-250 കോടി രൂപ ഒരു മിനിമമായിട്ട് പോയാൽ പോലും എത്ര എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ OTT എങ്ങനെയാണ് വിറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കരാർ, അത് എത്ര നേരത്തെ വിൽക്കണം, എത്ര നേരത്തെ റിലീസ് ചെയ്യണം, അതൊക്കെ അതിനകത്ത് അവർ പ്രത്യേകിച്ച് എടുത്തി പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് തന്നെ ചിലപ്പോൾ OTT ചിലപ്പോൾ ഇറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇനി 15 ദിവസം ആയതേ ഉള്ളൂ സിനിമ ഇറങ്ങിയിട്ട്. എങ്ങനെ പോലും ഇനി ഒരു 10-30 ദിവസത്തിനകത്ത് ഇനിയും ഇറക്കാൻ ഒരു 45 ദിവസത്തിന് ശേഷമായിരിക്കും അവർ മിക്കവാറും OTT ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് ലോങ് റണ്ണ് കിട്ടും. 250 കോടി രൂപ കളക്ഷൻ എത്തും. ഇതൊരു സന്തോഷ വാർത്തയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. എടേ, ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തിയേറ്ററിൽ പോയി? ഒരു 10% പേര് പോലും ഈ വീഡിയോ കാണുന്നവർ ആ സിനിമ പോയി കാണാത്തവരാണ്. എന്നാൽ ആ ഒരു സിനിമ ഇന്നലെ ഞാൻ പോയി കണ്ടു. ഏരീസ് പ്ലക്സിലെ OD2 എന്ന് പറയുന്ന ഒരു മോഷൻ തിയേറ്റർ. OD2, OD3 ഇത് രണ്ടുമാണ് ഏരീസ് പ്ലക്സിലെ ഒരു മോഷൻ തിയേറ്റർ എന്ന് പറയാവുന്ന ഒരു തിയേറ്റർ, അല്ലെങ്കിൽ 2 തിയേറ്ററുകൾ. അതിനകത്ത് OD2-ലാണ് ഇന്നലെ പടക്കളം കാണാൻ സാധിച്ചത്. ഹൗസ്ഫുള്ളായിരുന്നു. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. നല്ല കോമഡി സിനിമയാണെന്നുള്ളൊരിത് റിവ്യൂവേഴ്സ് പോലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് OD2 എന്ന് പറയുന്ന ഒരു ചെറിയൊരു തിയേറ്ററാണ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അത് OD5 OD6 കൊടുക്കാനുള്ള, അല്ലെങ്കിൽ OD4 മിനിമം കൊടുക്കേണ്ട ആ ഒരു സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു രോമാഞ്ചം അങ്ങനത്തെ ആ ഒരു സിനിമയിലേക്ക് ഒരു ചെറിയ ഒരു ടച്ച് കിട്ടുന്ന സിനിമയാണ്. അങ്ങനത്തെ കോമഡികൾ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ചിരിച്ചുല്ലസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പടക്കളം എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ചിരിക്കുക മാത്രമല്ല, ചിന്തിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന സിനിമയാണ് പടക്കളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു 2 മണിക്കൂർ 4 മിനിറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരു ബോർ മണിക്കൂർ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മൾ തുടരും എന്ന് പറഞ്ഞ സിനിമയെ 200 കോടി എത്തിച്ചെങ്കിൽ ഈ സിനിമ ഒരു മിനിമം 50 കോടിയെങ്കിലും എത്തിയുണ്ടെങ്കിൽ എല്ലാ സാധ്യതകളും ഉള്ള സിനിമയാണ്. കാരണം ഷറഫുദ്ദീനും സ്വരാജ് വെഞ്ഞാറമൂടാണ് നായകന്മാർ. പക്ഷേ സിനിമയുടെ കഥ ഒരു രക്ഷയില്ലാത്ത കഥ. അത് ഇങ്ങനെ അവർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നല്ല തിരക്കഥയുടെ ഒരു കെട്ടുറപ്പാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പെർഫോമൻസ് അയ്യോ ഒന്നും പറയാനില്ല. ഒരു പയ്യുണ്ട്. ആ പയ്യൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിഗംഭീരമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം അത് സിനിമയുടെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയുടെ ഒരു എലിമെൻ്റ് ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലറായി മാറും. അതുകൊണ്ട് അപ്പോൾ ആ പയ്യൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷറഫുദ്ദീൻ്റെയും ആ പയ്യൻ്റെയും പെർഫോമൻസാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ആ പയ്യനാണെങ്കിൽ മുഖമൊക്കെ മാറുന്ന ഒരു ഇതുണ്ട്. രംഗം ആടിപ്പൊളി നല്ല രീതിയിൽ. അത് നിങ്ങളത് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ തോന്നുന്നു. പക്ഷെ നിങ്ങളത് തിയേറ്ററിൽ ഇത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ എലിമെൻറ്റ് മിസ്സാവും. അതുകൊണ്ട് തന്നെ പറ്റുന്ന എല്ലാവരും നമ്മൾ തുടരുക കണ്ട് കഴിഞ്ഞവരെങ്കിലും ഈ സിനിമയ്ക്ക് കൂടെ പോയി കാണണം. ഇതേപോലത്തെ സിനിമകൾ മലയാളത്തിൽ വരണം. എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സിനിമകൾ വരണം. സൂപ്പർ നാച്ചുറൽ സിനിമകൾ വരണം. അത് ക്ലിക്കാവണം. നല്ല സിനിമയാണ്. നല്ല തിരക്കഥയാണ്, നല്ല കെട്ടുറപ്പാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസുകളാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സിനിമകളെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത് തന്നെ. പക്ഷേ തുടരും എന്ന് പറഞ്ഞ സിനിമ 200 കോടി ക്ലബിൽ ഇടം നേടിയത് നമ്മളിപ്പം രാവിലെ എണീറ്റപ്പോഴാണ് അറിഞ്ഞത്. അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത കാര്യം. അപ്പം അതും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ 2 വാർത്തകൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് വേണമെങ്കിൽ കുറേ വാർത്തകൾ, കുറേ സിനിമ ന്യൂസുകൾ ചവർ പോലെ വാരി വിതറാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മെയിനായിട്ടുള്ള ന്യൂസുകൾ മാത്രം, അതിൻ്റെ കണ്ടന്റുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. വേണമെങ്കിൽ 8-10 മിനിറ്റ് നീട്ടി ഈ ചാനലിൽ പല വീഡിയോകൾ ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം.